ഞങ്ങളെ ചീത്ത വിളിക്കുന്ന ആരും ഇതുവരെ നേരിൽ വന്നിട്ടില്ല. നേരിൽ വരട്ടെ, വി ആർ ഹാപ്പി ടു റിസീവ് ദം. സോ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ, അവർ വന്ന് ഒരു പോസ്റ്റ് പോലും ഇടാതെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച് അവർക്ക് എന്തോ ഒരു സുഖം കിട്ടുമല്ലേ. കിട്ടിക്കോട്ടെ. രഹസ്യമായി ഗുരുവായൂർ കല്യാണം കഴിച്ചു. ഈ രഹസ്യമായിട്ട് ഗുരുവായൂർ വെച്ചിട്ട് ആരെങ്കിലും ചെയ്യും? മേ ബി ആരും അറിയാതെ ഒരു മുറിക്കകത്ത് ഒളിച്ചിരുന്ന് പൂജാ റൂമിൽ കല്യാണം കഴിച്ചാൽ അത് രഹസ്യം. പരസ്യമായിട്ട് കല്യാണം കഴിച്ചത് രഹസ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കഥ ഈ രസമായി. ഈ പ്രോബ്ലം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിൽ നടന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് വേറൊരാളെ ചെയ്യുമ്പം അതേ ആളാണെങ്കിൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റൂ. അതാ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മാരേജാണ്, സെക്കൻഡ് മാരേജ് അല്ല. കാരണം ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. നാട്ടുകാരും ആരും മറക്കാത്തൊരു സ്പെഷ്യൽ മൊമെന്റ് ഉണ്ട്. 300 രൂപയുടെ റബ്ബർ ചെരുപ്പ് കാണാതെ പോയത്. വോയിസ് ഓവർ കൊണ്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3 മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. അതിപ്പോ എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹായ് ഹലോ, വെൽക്കം ടു ടേണിംഗ് സ്റ്റാർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ശ്രീധർ. ഹായ്, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. ഹൗ ആർ യു ഗൈസ്? എങ്ങനെ? ഗോയിങ് ഗുഡ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു രണ്ടുപേരും. ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇന്റർമിറ്റന്റ് ആയിട്ട് സിനിമകൾ, സീരിയൽ, ബാക്കിയുള്ള വർക്ക് എല്ലാം നടന്നു പോകും. പാരലലി എല്ലാം കരിയറും അതിന്റെ പേഴ്സണൽ ലൈഫും എല്ലാം ഇങ്ങനെ പോവാണ്, ഓടുന്നു. 5 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട് ഇപ്പം ന്യൂലി വെഡ് കപ്പിൾസ്? എങ്ങനെയുണ്ട്? ഹാപ്പി ആയിട്ട്? ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലത്തെക്കാളും ഇന്ന് ബെറ്റർ, നാളത്തെക്കാളും കുറച്ച് കുറവ്. തിരിച്ച് വീട്ടിൽ വരാൻ ഇപ്പൊ ഒരു കാരണമായില്ലേ? വെരി വെരി ട്രൂ. അതില് ഇപ്പൊ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് രാത്രി 12 മണിക്ക് 1 മണിക്കാണെങ്കിൽ പോലും വിളിച്ചിട്ട് കുഞ്ഞുങ്ങളി നീ ഉറങ്ങിയോ എന്ന് ചോദിക്കാനുള്ള ഒരാളുണ്ട്. നേരത്തെ അമ്മയൊക്കെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഉറങ്ങല്ലേ. ഇപ്പൊ നമുക്ക് ശല്യം ചെയ്യാം. ശല്യല്ലോ അല്ലേ? നേരത്തെ വീട്ടിൽ വന്നില്ല ചീത്ത വിളിക്കാനൊക്കെ അതില്ല. അങ്ങനത്തെ വി എൻജോയ്. ഇപ്പോ കുഞ്ഞുമോളുടെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും എനിക്കും അറിയാവുന്നവരാണ്. സോ ഐ ഫീൽ വെരി മച്ച് അറ്റ് ഹോം. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫീൽഡായത് കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് വിളിച്ചിട്ട് ഈ ആളുണ്ട്, ആളുണ്ട്, ഈ ആളുണ്ട്, ഇതെനിക്കറിയാം പറഞ്ഞ് ഇങ്ങനെയുള്ള സംസാരം നടക്കുമ്പോൾ ഐ ഫീൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്. അല്ലാതെ ഇപ്പോൾ ഇഫ് ഷീ വാസ് എ ഡോക്ടർ ആൻഡ് ഐ വാസ് എൻ ആക്ടർ, സെറ്റിൽ പോയിട്ട് ഇതെൻ്റെ കാർഡിയോളജിസ്റ്റ് ഫ്രണ്ട്, ഹലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയിട്ട് അതൊന്നും അല്ല. ഞങ്ങൾ എവിടെ വർക്ക് ചെയ്യാൻ പോയാലും, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചേച്ചി എവിടെ, ചേച്ചി വന്നില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ചേട്ടൻ എവിടെ, ചേട്ടൻ വന്നില്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ബോർഡ് ഉണ്ടാക്കാൻ പോവാം. ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ളൂ, ചേച്ചി വന്നിട്ടില്ല, വർക്കിലാണ്. അത് എല്ലാവർക്കും അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കാൻ ഒരു പ്ലാനും കൂടി ഉണ്ട്. ബിക്കോസ് എല്ലാവരും എന്നെ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അതെന്താ ഭാര്യ ദിവ്യ വന്നില്ലേ, അങ്ങനെ കാണും. അപ്പൊ അത് നല്ല ഒരാൾ ഒറ്റയ്ക്ക് കണ്ട മറ്റേ ആളും വേണം, ആ ഒരു ഫീലിലാണ് ഇപ്പൊ. അതാണ് ഇപ്പൊ എന്റെ റീൽസിൽ പോലും ഇതാണ് അവസ്ഥ. ഞാൻ ഒറ്റയ്ക്ക് ഇട്ട ഇപ്പൊ എനിക്ക് ലൈക്ക് ഇല്ല. ഇപ്പൊ നമ്മൾ രണ്ടാളും ഇട്ട് എനിക്ക് ലൈക്ക് ഉണ്ട്. പ്ലസ് സൈഡ് ഓഫ് ഇറ്റ്. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അല്ലാതെ തന്നെ ഞങ്ങൾ ഒരു എൻറ്റിറ്റി ആയിട്ട് ആൾക്കാർ കാണും. ഇന്നലെ ട്രെയിനിൽ നെയ്തൻ സെബാസ്റ്റ്യൻ, ഒരു കൊച്ചു പയ്യൻ, കുഞ്ഞു പയ്യൻ, ഒരു 3 വയസ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നെ ക്രിസ്മസ് പാപ്പയാണെന്ന് തീരുമാനിച്ചു. എൻ്റെ അടുത്ത് സംസാരിക്കില്ല, പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കില്ല. അപ്പൊ ആ ഒരു കുട്ടികൾക്ക് വരെ ഞങ്ങൾ രണ്ടുപേരും ഒരു കോൺട്രാസ്റ്റിൽ കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ലൈഫ് ഇസ് മച്ച് മോർ എൻജോയബിൾ ദാൻ ബിഫോർ. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇപ്പം മറ്റേ വൈറൽ താരം. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ആയിരുന്നു രണ്ടുപേരുടെ. ഒരു പാട്ടൊക്കെ പാടി പിടിച്ചു കൊടുക്കുന്ന ഒരു അത് റിസപ്ഷന്റെ ഭയങ്കര ഒരു ക്യൂട്ട് മൊമെന്റ് ആയിരുന്നു. ശരി, കോൺട്രവേഴ്സീസ് ഉണ്ട്, അത് നമുക്കൊരു സൈഡിൽ കൂടെ അതൊന്നും. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്, അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു പോസ്റ്റ് പോലും ഇടാത്ത ആൾക്കാരാണ് ഈ കമന്റ് അടിക്കാൻ വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നേരിട്ട് ഒരാൾ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, ഞങ്ങളെ ചീത്ത വിളിക്കുന്ന ആരും ഇതുവരെ നേരിൽ വന്നിട്ടില്ല. നേരിൽ വരട്ടെ, വി ആർ ഹാപ്പി ടു റിസീവ് ദം. കാരണം ദർ ഇസ് എ കാർമിക് സൈക്കിൾ. അതായത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഞാൻ അനുഭവിക്കുന്നതിന് പകരം ഈ ചീത്ത വിളിക്കുന്നവർ ഏറ്റെടുക്കുകയാണ്. കാരണം നമ്മൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ അതാണ് ചെയ്യുന്നത്, അയാളുടെ ചീത്ത നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ, അവർ വന്ന് ഒരു പോസ്റ്റ് പോലും ഇടാതെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച്
അവർക്ക് എന്തോ ഒരു സുഖം കിട്ടുമല്ലേ, കിട്ടിക്കോട്ടെ. ടൈമിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. അല്ല, കല്യാണം അത്രയും നല്ല രസമായിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോഴും ആ കല്യാണം കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്. നല്ല ഇത് പറഞ്ഞ പോലെ ഇപ്പൊ നല്ല ക്യൂട്ടായിരുന്നു കല്യാണം കാണാൻ. ശരിക്കും അങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് ഇന്നലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു. കാരണം ഞാൻ ആഗ്രഹിച്ച ഇങ്ങനെ വലുതായിട്ടൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ എന്തോ ഞാൻ പ്രതീക്ഷയിലും എത്രയോ മുകളിലായിരുന്നു എൻ്റെ കല്യാണം. ഇവിടെ വന്നപ്പോ ഇല്ലേ ഫ്രെയിം അങ്ങ് കംപ്ലീറ്റ് ആയി. അല്ല, ഞങ്ങൾക്ക് ആദ്യം തന്നെ വി ഇൻസിസ്റ്റഡ് ദാറ്റ് ഒരുമിച്ച് ഒരു എൻറ്റിറ്റി ആയിട്ട് ആദ്യം മക്കളോട് തന്നെയാണ് സംസാരിച്ചത്. നോട്ട് ഈവൻ ഇറ്റ് വാസ് നോട്ട് ബിറ്റ്വീൻ അസ്. ഞാൻ എൻ്റെ അനിയത്തിയോട് സംസാരിക്കുകയും കുഞ്ഞുമോള് മക്കളോട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഹോറോസ്കോപ്പ് ഒരു മാച്ച് ചെയ്തെല്ലാം ചെയ്ത് കല്യാണം ഫിക്സ് ചെയ്ത് എല്ലാവരെയും അറിയിച്ച്, അതായത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരെയും അറിയിച്ച് ഗുരുവായൂരിൽ കല്യാണം കഴിച്ചപ്പം ആദ്യം വരുന്ന ടൂൾ രഹസ്യമായി ഗുരുവായൂരിൽ കല്യാണം കഴിച്ചു. ഈ രഹസ്യമായിട്ട് ഗുരുവായൂർ വെച്ചിട്ട് ആരെങ്കിലും ചെയ്യോ? മേ ബി ആരും അറിയാതെ ഒരു മുറിക്കകത്ത് ഒളിച്ചിരുന്ന് പൂജാ റൂമിൽ കല്യാണം കഴിച്ചു, അത് രഹസ്യം. പരസ്യമായിട്ട് കല്യാണം കഴിച്ചതിന് രഹസ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കഥയായി, രസമായി. ആ റിസപ്ഷൻ ഡേയിലും അത് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു, കുറേ പേര് പറഞ്ഞു. പക്ഷെ ഇത്രയുള്ള കുറച്ച് പറഞ്ഞെങ്കിൽ ഇത്ര ഇല്ലാൾ നല്ലത് പറഞ്ഞു. പക്ഷെ നമ്മളെ സന്തോഷമല്ലേ നമുക്ക് കാണിക്കാൻ. മോസ്റ്റ്ലി എല്ലാവർക്കും എന്റെ താടിയാണ് പ്രശ്നം. എന്റെ സാറിനെ കണ്ടപ്പോ എനിക്ക് നോട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല, അതുകൊണ്ട് ഞാനൊരു വയസ്സിനാണ് ഓ ഇവര് വന്നു മതിയായി ഈ പറയുന്ന ആൾക്കാർ കാണണ്ട, ഇറ്റ്സ് ഓക്കെ. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നുമില്ല, ഞാനൊരു റീൽ ചെയ്ത സാരി കൊടുത്ത് നോർമലി ഒരു റീൽ ചെയ്തു, അതിന് പോലും വന്നിട്ട് എന്തിനാ എന്തോ ചകിയുന്നു അല്ലെ, കാണണ്ടവര്. ഒന്നുമില്ല, ഐ ജസ്റ്റ് കഴിഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഹാർപ്പിക്ക് വെച്ചാൽ കഴിയണമെന്ന്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന സീരിയലായാലും സിനിമയായാലും കണ്ടിന്യൂറ്റിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. മെയിൻറ്റെയിനോ കട്ടോ ട്രിമ്മോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ യാ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. അങ്ങനെ തന്നെയാണ്. പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആക്ടർ ക്രിസ് വേണുഗോപാൽ അല്ല, ഡോക്ടർ ലോയർ ക്രിസ് വേണുഗോപാൽ. പ്രൊഫഷണലി പല ഫീൽഡിലും കൈവച്ച ഒരാളാണ് സാർ. ആക്ടിങ് അല്ലാതെ സാർ ഏതൊക്കെ ഫീൽഡിലാണ്? Basically, I'm a civil engineer, BTech Civil, postgrad diploma in environmental production management, chartered environmentalist ആണ്, environmental audit ചെയ്യാം. പിന്നെ റേഡിയോയിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ RJ ആണ്, പ്രോഗ്രാമിംഗ് ഹെഡ് ആയിരുന്നു, ഒരു സ്റ്റേഷൻ ഹെഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഫിൽം മേക്കിംഗ് പഠിച്ചു. ഐ ഹാവ് എ മാസ്റ്റേഴ്സ് ഇൻ അപ്ലൈഡ് സൈക്കോളജി. അങ്ങനെ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഐ സ്പെഷ്യലൈസ്ഡ് ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ്, TA, NLP, ഹിപ്നോതെറാപ്പി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പഠിച്ചു പോയി. അത് പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് ആൾക്കാർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായത്. ആ ലീഗൽ ഇഷ്യൂസ് ഉണ്ടായപ്പം ഐ ടുക്ക് അപ്പ് LLB ആസ് എ സ്റ്റഡീസ്. അങ്ങനെ LLB കംപ്ലീറ്റ് ചെയ്തു. LLM ഇപ്പോൾ എക്സാംസ് എഴുതാനുണ്ട്. ഒരു ഡോക്ടറേറ്റ് ഇൻ മീഡിയ സൈക്കോളജിയിൽ 2 പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു പേപ്പർ കൂടെ ആയിക്കഴിഞ്ഞാൽ 3 പേപ്പറായി കഴിയുമ്പം ഇറ്റ് വിൽ ബി ത്രൂ പബ്ലിക്കേഷൻ ഒരു ഡോക്ടറേറ്റ് ഉണ്ടാവും. പിന്നെ ഒരു DL ചെയ്യുന്നുണ്ട്. ഇൻഡോളജിയാണ് എൻ്റെ റിസർച്ച് സബ്ജക്റ്റ്, അതായത് ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസ്, ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടായത് ധർമ്മശാസ്ത്രവും അങ്ങനത്തെ ഓരോ നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്നാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എൻ്റെ DLയുടെ സബ്ജക്റ്റ്. സോ അങ്ങനെ പഠിക്കുന്ന ജീവിതമുള്ളത് വരെ പഠിക്കാനുള്ള താല്പര്യമാണ്. അപ്പം കുറേ ഡിഗ്രീസ് ആൻഡ് കാര്യങ്ങൾ എനിക്ക് പകുതി മനസ്സിലായി. അവിടെ പകുതി മനസ്സിലായി. അല്ല, ഞാൻ അങ്ങനെ ബോദർ ചെയ്യാറില്ല. എനിക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല അല്ലേ. അഡ്വക്കേറ്റ് ആണെന്ന് അറിയാം, ഡോക്ടർ ആണെന്ന് അറിയാം, ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ബാക്കി എന്തൊക്കെയോ പറഞ്ഞു. ഇത് 5 മാസമായി കല്യാണം. ഇപ്പം പരിചയപ്പെട്ടിട്ട് ഒരു വർഷം ആവും. 6 മാസം നിങ്ങൾ 6-7 മാസത്തോളം നിങ്ങൾ വെഡിങ്ങിന് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കല്യാണം ഏപ്രിൽ 18, 19, 3 ദിവസമാണ് പത്രമാറ്റിൽ വർക്ക് ചെയ്തത്. ആ 3 ദിവസം എനിക്ക് പരിചയമുള്ളൂ. 3 ദിവസത്തെ പരിചയം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. അല്ലാതെ ഫോണിൽ 2-3 പ്രാവശ്യം സംസാരിച്ചു. തീർച്ചയായിട്ടും അത് പ്രോപ്പർ അറേഞ്ച് മാരേജ് ആണ്. അത് പല പ്രാവശ്യം ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയത്തി സംസാരിച്ച് അങ്ങനെ ഒരു കാഷ്വൽ ടോക്ക് സീരിയസ് ആക്കി നേരെ ചെന്ന് അതിനെ കല്യാണത്തിലേക്ക് കൾമിനേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബറിൽ കല്യാണം മതി. പിന്നെ സംഹൗ വി സ്റ്റാർട്ടഡ് ലൈക്കിങ് ഈച്ച് അതർ. ആ ഒരു ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം എന്തിനാ ഡിസംബർ ആക്കുന്നത്, ഒക്ടോബർ ആക്കണം. അപ്പം ഞങ്ങൾ കുറേ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞതൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ട്
ശരി എന്നാൽ ഒക്ടോബർ ആക്കാം എന്ന് പറഞ്ഞ് ഒക്ടോബർ ആക്കിയത്. Okay, നന്നായി അത്. വി റിയലി ഫീൽ വി ഷുഡ് ഹാവ് ഡൺ ഇറ്റ് മച്ച് ഏർലിയർ അല്ലേ? നേരത്തെ ആവായിരുന്നു. നിങ്ങൾ നേരത്തെ പിന്നെ നെറ്റാവായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ടൈമുണ്ട്. അത് തന്നെ. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 months. 6 months. Okay, അപ്പോൾ ഹാഫ് മന്ത് ആനിവേഴ്സറി അല്ലേ? ഇപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞു. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട്. ഏപ്രിൽ 10 കഴിഞ്ഞാൽ ഒരു വർഷം. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ടും ഏട്ടൻ എന്തൊക്കെ പഠിച്ചു എന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാൻ കൊണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരിയലിനൊക്കെയാണ് അറിയുന്നത്, പക്ഷെ അതൊന്നുമല്ല ചേച്ചി സിനിമയിലും കുറെ മുന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണെന്ന് കേട്ടു. സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ആൽബം, എൻ്റെ ആൽബമായിരുന്നു ഫസ്റ്റ്, ഖൽബാൻ ഫാത്തിമ. അതിൽ ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ അതിൽ ഹീറോയിനായിട്ടാണ് ഫസ്റ്റ് ചെയ്തത്, സജി മില്യൻസിന്റെ. വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് ആരോ ഒരാള് പഴയ ഫോട്ടോ അയച്ചത് ഇപ്പോഴും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ആ പ്രണയത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട് പാവം. അന്ന് ആരോ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ അയച്ചിട്ട് ആ ഫോട്ടോ, പഴയ ഫോട്ടോ ഒക്കെ, ഈ സൈക്കിളിൽ പോണ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ട് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നു, തിരുവനന്തപുരത്ത് വന്ന് കാണാൻ പറ്റിയില്ല. ഒരു മൊമെന്റ് അല്ലേ അത്? അല്ല, അതിപ്പോഴും ഓർമ്മയിലുണ്ട് എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയല്ല. ഇത്ര വർഷമായത്, 18 19 ആ ഏജിലാണ് ആ ആൽബം റീസെന്റ് ആയിട്ട് ആ ഹീറോയിന്റെ ഇത് വെച്ചിട്ട് ഒരു ട്രോളും കൂടി വന്നിരുന്നു. പുള്ളിക്കാരനൊന്നും പ്രായമാവില്ല. അപ്പോൾ 10-12ഓളം ആ സമയത്ത് ചെയ്തിട്ട് ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിം, പരസ്യം, അങ്ങനെ കുറേ ചെയ്തു. പിന്നെ മൂവി അന്ന് ചെയ്തത് പച്ചക്കുതിര, ബസ് കണ്ടക്ടർ, ചിതറിയവർ എന്ന് പറഞ്ഞ മൂവിയിൽ ശ്രീനിവാസൻ ചേട്ടൻ്റെ അനിയത്തിയായിട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്കായി. പിന്നെ നല്ല ലൈഫ് ആയതുകൊണ്ട് ബ്രേക്കായി. പിന്നെ അത് വീണ്ടും ഇപ്പം സ്റ്റാർട്ട് ചെയ്തതാ. നല്ല നോട്ടബിൾ റോളൊക്കെ ഇപ്പൊ ചെയ്തു. ഇപ്പം ആരണ്യം എന്ന് പറയുന്ന മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്തു, സജി സമൻ നായകനായിട്ടുള്ള. പിന്നെ കാത്തുകാത്തൊരു കല്യാണം, അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്, ലീഡ് ചെയ്യുന്ന ക്യാരക്ടറാണ്. പിന്നെന്താ വള്ളിച്ചെരുപ്പ്, സാക്ഷി, കിളിക്കാറ്റ്, കുറച്ച് മൂവീസുകൾ ചെയ്ത്. ഇപ്പൊ ഇതാ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെയല്ല, ഇതിലിപ്പോ മൂവി സ്റ്റാറാണ്, തമിഴ് ചെയ്തിട്ടുണ്ട്, തമിഴ്. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സക്സസ് ആവുന്നതും സക്സസ് ആവാത്തതും ലക്ക് ഫാക്ടർ ആണോ അതോ പോപ്പുലാരിറ്റി, പബ്ലിസിറ്റി അതിൻ്റെ ഫാക്ടർ ആണോ, അങ്ങനെ പല കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇറ്റ്സ് ഒരു ഡയറക്ടർ മാക്സിമം ഒരാളെ കൊണ്ട് പറ്റുന്ന ആ ലിമിറ്റഡ് ബഡ്ജറ്റിനകത്ത് എല്ലാം ചെയ്യുന്നതാണ് മലയാള സിനിമ. അപ്പോൾ അതിൽ എല്ലാം ചെയ്ത് ഇറക്കും, പക്ഷേ അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ടേക്ക് ദ കേസ് ഓഫ് വൺ ഓഫ് ദ മൂവീസ് ഐ ഡിഡ്, പുല്ലെന്ന് പറഞ്ഞ സിനിമ, അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തി തിയേറ്ററിൽ ഒരിക്കലും വന്നില്ല. 26 ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയ ആ ഒരു മൂവീനെ ഇവിടെ സ്റ്റേറ്റ് അവാർഡിന് കൺസിഡർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ട് വരെ വന്നിട്ട് ഡ്രോപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമുക്ക് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ അത് തിയേറ്ററിൽ ആരും കാണാത്തത് കൊണ്ട് നല്ല സിനിമയല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ OTT വന്ന് ആൾക്കാർ ഒത്തിരി കണ്ടു, ഇഷ്ടപ്പെട്ടു. ദേ ആർ സ്റ്റിൽ സർപ്രൈസ്ഡ് വൈ ദിസ് വാസ് നോട്ട് റിലീസ്ഡ്. അങ്ങനെ സിനിമയുടെ ജാതകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണെങ്കിലും അത് നല്ലൊരു സിനിമയിലല്ല വന്നതെന്നുണ്ടെങ്കിൽ ആരും നോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ നല്ല സിനിമയിലാണ് വന്നതെങ്കിലും ചിലപ്പോൾ ആ ക്യാരക്ടർ ഓർമ്മയുണ്ടാവും, അത് കുഞ്ഞുമോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് ആയതുകൊണ്ടാണ് മേ ബി ഷീ ഈസ് നോട്ട് കോൾഡ് എ മൂവി സ്റ്റാർ, ബട്ട് ഷീ ഈസ് എ മൂവി സ്റ്റാർ. സർ അതിന്റെ കൂടെ തന്നെ ആക്ടിങ്ങിന്റെ കൂടെ തന്നെ കൊമേഴ്ഷ്യൽസിന്റെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ചെയ്ത 2 വർക്ക് ചെയ്തതിലും നമുക്കൊന്ന്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കാറിൽ പോകുമ്പോൾ കേൾക്കുന്നത് യു ആർ ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ UAE ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കമേഴ്ഷ്യൽസിൽ ഒരെണ്ണം മലബാർ ഗോൾഡായിരുന്നു, അതെല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അതിനോടൊപ്പം തന്നെ ആസ്റ്റ, കെയർ ബിയോണ്ട് ബൗണ്ടറീസ്, ലുലു, where the world comes to shop safely. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കുറേ കാലത്തെ കമേഴ്ഷ്യൽസ്. ആൻഡ് 27,000 ആൻഡ് കൗണ്ടിങ്. 2002 തൊട്ട് ഡോക്യുമെൻ്ററീസ് ചെയ്യുന്നുണ്ട്, ഡബിങ് ചെയ്യുന്നുണ്ട്. അന്ന് രാജീവ് നാഥ് സാറിൻ്റെ മോക്ഷം സിനിമയിൽ 6 ക്യാരക്ടറിനെ ഡബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാജീവ് നാഥ് സാർ തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാലം കടന്നു പോകുമ്പം
there has always been a change. ഇപ്പോൾ പ്രജേഷ് സെൻ, പ്രജേഷ്ജിയും ഞാനും ഒരുമിച്ച് നിന്ന് സഞ്ജുനാഥ് ലാൽ നാട്വാഡിയുടെ മാജിക്കും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ളൊരു അവസരവും വന്നിട്ടുണ്ട്. സോ ലൈഫ് മൂവ്സ് ഓൺ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പണ്ട് ദുബായിൽ പോയപ്പോൾ KPK വെങ്കര സാറെ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റേഡിയോ ജോക്കായി, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായി. ഇപ്പോൾ വെങ്കര സാറിൻ്റെ ഒരു മെസ്സേജ് വരുമ്പം ചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആ ഒരു അനിയൻ അയക്കുന്ന ആ ഒരു സുഖം. സോ ഇറ്റ് ഈസ് ഗിവൺ മീ എവറിത്തിങ്. ഇതുവരെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് വോയിസ് ഓവർ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ. അങ്ങനെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു ഹണിമൂൺ ഫേസിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. 5 months ആയി, ഞങ്ങൾ 1 year വരെയാണ് ഹണിമൂൺ ഫേസ്. ഇല്ല, ഞങ്ങൾക്ക് ലൈഫ് ലോങ് ആണ് ഞാൻ പറഞ്ഞത്. ലൈഫ് ലോങ്. സി ഹണിമൂൺ ഇസ് ആസ് ലോങ് ആസ് യു എൻജോയ് ദ മൊമെന്റ്. വി വോണ്ട് ടു എൻജോയ് ടിൽ ദ ലാസ്റ്റ് മൊമെന്റ്. ലൈഫ് ലോങ് ഹണിമൂൺ. അന്ന് ഒരാൾ ഹണിമൂൺ ചോദിച്ചിട്ട് പാവം പെട്ടതാണ്. അതിനുശേഷം ഹണിമൂൺ ആരും ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ ചോദിക്കാറില്ല. പെട്ടു അല്ല, ചോദിച്ചു ഈ ഹണിമൂൺ എന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയാൻ അറിയാണ്ടായി പോയി. നമ്മൾ തിരിച്ചു ചോദിച്ചു. എന്നെ കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ഇത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ട്രിപ്പൊക്കെ പോയോ കറങ്ങാൻ? കുറേ ഞങ്ങൾ ചെറിയ യാത്ര തൊട്ട് വലിയ യാത്രയായിട്ട്. ഇപ്പോൾ വർക്ക് വൈസ് ഞാൻ ഹൈദരാബാദ് പോയപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഒരു 3-4 ദിവസം. അതല്ലാതെ ഞങ്ങൾ ഇവിടെ ഊട്ടി പോയിരുന്നു. ഊട്ടി പോയി, ഞാൻ ചെന്നൈ പോയി, കല്യാണത്തിന് പോയി. അപ്പം അങ്ങനെ എല്ലാ ട്രാവലും ഞങ്ങൾ എൻജോയബിൾ ആക്കാനുള്ളൊരു, ചിലത് മക്കളുണ്ടാവും, ചിലത് അവർക്ക് എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത. ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കാൻ അടുത്ത ചോദ്യം മക്കളെവിടെ ചോദിക്കും. ഇനിയിപ്പോ അവരെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അച്ഛനമ്മ എവിടെയും ചോദിക്കും. അത് ഷുവറാ, എന്തെങ്കിലും കുറവ് കാണണല്ലോ. ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ നൈസ്. അല്ല, ഐ എൻജോയ്. സത്യമായിട്ട് നല്ലത് തന്നെയാണ്. ചോദിക്കാൻ ഇതുണ്ട്, കുറെ ആൾക്കാരെ സ്നേഹത്തോട് ചോദിക്കും. വെരി നൈസ്. അല്ല, ഇപ്പൊ ചോദിക്കാൻ ആൾക്കാരുണ്ടല്ലോ, അതാണ്. എത്ര പേരുണ്ട് നമ്മളോട് ചോദ്യം. പിന്നെ എന്നെ മാത്രം കാണുന്നുണ്ടെങ്കിൽ എവിടെ സാർ എവിടെ, അല്ലെങ്കിൽ ഏട്ടൻ എവിടെ, അല്ലെങ്കിൽ ഏട്ടന് മാത്രമാണെങ്കിൽ എന്നെ അങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ട്. കല്യാണം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ. തീർച്ചയായും. ജസ്റ്റ് ഇതൊരു 2 പേഴ്സണൽ എന്നല്ല, ലൈക്ക് മുന്നേ കല്യാണത്തിന് നിങ്ങളുടെ ഫസ്റ്റ് മാരേജിൽ എന്തെങ്കിലും പാളിപ്പോയിന്ന് തോന്നിയ കാര്യം ഈ ഒരു മാരേജ് റെക്ടിഫൈ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? എല്ലാം എന്ത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാനുണ്ട്? ബിക്കോസ് അവരല്ല കുഞ്ഞുമോളുടെ ലൈഫിൽ വന്ന ആളല്ല ഞാൻ. ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. സോ എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. ഈ പ്രോബ്ലം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിൽ നടന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് വേറൊരാളെ ചെയ്യുമ്പം അതേ ആളാണെങ്കിൽ മാത്രമേ റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മാരേജാണ്, സെക്കൻഡ് മാരേജ് അല്ല. കാരണം ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് മാരേജ്. അപ്പോൾ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? കുഞ്ഞുമോൾ ആസ് എ പേഴ്സൺ, ഞാൻ ആസ് എ പേഴ്സൺ. ഞങ്ങൾക്ക് കുറ്റമുണ്ട് കുറവുണ്ട്, ഞങ്ങൾ വഴക്കുണ്ടാക്കും, ഞങ്ങൾ ബഹളം ഉണ്ടാക്കും, ഞങ്ങൾ സ്നേഹിക്കും, എല്ലാം ചെയ്യും. അതൊരു ഫ്രഷ് ലൈഫായിട്ട് കാണുന്നത് വരെയാണ് അതിൻ്റെ ഭംഗിയുള്ളത്. വെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദിസ്, അന്ന് ഞാൻ കല്യാണം കഴിച്ചു, അന്ന് അവൾ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഇവൾ ഇങ്ങനെ പറഞ്ഞു, എന്തിന്? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് നെസസറി അറ്റ് ഓൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മാരേജാണ്, ഞങ്ങളുടെ ഹണിമൂൺ പീരീഡ് ലൈഫ് ലോങ് ആണ്. ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല. നേരത്തെ ചോദിച്ചില്ലേ, അല്ല നേരത്തെ പറഞ്ഞില്ലേ ലേറ്റ് ആയാലും ഇപ്പം ചോദിക്കാൻ ഒരാൾ. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെ ഒരു ഇന്നത് ചെയ്യരുത്, ഇന്നതേ ചെയ്യാവൂ, എന്തേ കോൾ വെയിറ്റിംഗ്, എന്താണ്, എവിടെ പോയി, ഇത്രയും സമയം എവിടെയായിരുന്നു, എന്തിനാ ഫ്രണ്ട്സുകൾ കൂടെ ചുറ്റിയാണ്, ഇതൊന്നും ഇല്ല നമ്മുടെ ലൈഫിൽ. കാരണം നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു നമുക്കറിയാം. അപ്പം നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിപ്പോൾ നമ്മൾ രണ്ടാളും എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നിനും ഒരു തടസ്സമില്ല. ആ, ഇപ്പൊ എവിടെ പോകണമെങ്കിൽ ഇപ്പൊ ഒന്നിച്ച് പോവുള്ളൂ, അതിന് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായും. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പം അവരവരുടെ വീട്ടിലേക്ക് പോകണം. ഇത് അത് കഴിഞ്ഞിട്ട് പരിപാടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പോകും. അങ്ങനെ അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു പടി അങ്ങ് മേലോട്ട് പോയി. ബിക്കോസ് ഒന്ന്, എനിക്കിപ്പോൾ പുള്ളിക്കാരുടെ ചേട്ടൻ സതീഷ് എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്, സതീഷിൻ്റെ വൈഫ്. എഗെയിൻ ഞങ്ങൾക്ക് ഒരു ഇതാണ്, ഇവിടെ എൻ്റെ അനിയത്തിയോ എൻ്റെ ചേച്ചിയോ അച്ഛനോ അമ്മയോ കുഞ്ഞുമോൾക്ക് അത്രത്തോളം തന്നെ ഒരു ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണ്. ഫ്രണ്ട്ഷിപ്പിനകത്ത് നമുക്ക് പലപ്പോഴും ആ റെസ്ട്രിക്ഷൻ വരും. നമുക്ക് കയറി മറ്റേ ഫ്രണ്ടിൻ്റെ അച്ഛനെ കയറി ഹലോ അച്ഛ ഹൗ ആർ യു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ഫ്രണ്ട്ഷിപ്പ് അവിടെ കട്ടാവും. ഇത് ഞങ്ങൾക്ക് അങ്ങനെ കട്ടാവില്ല എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. വി എൻജോയ് ദാറ്റ്. ഇപ്പോൾ
അമ്മയോട് സംസാരിക്കുമ്പോഴും അമ്മ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനും അതെങ്ങനെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെ എന്റെ ആദ്യമായിട്ടാണ്. അല്ല അതൊക്കെ അവര് ഈ പ്രായത്തിൽ അവര് കളിക്കട്ടെ, അവർക്കൊന്നും ചെറുപ്പത്തിൽ. ഡാൻസ് കളിക്കത്തില്ലേ? ഞാൻ ഇല്ല, ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചുമ്മാ ഇങ്ങനെ ഒരു തട്ടി മുട്ടി. എനിക്ക് നല്ല dance മോള് കളിക്കും. അല്ല അങ്ങനെ ട്രെയിൻ ഡാൻസർ അല്ല, ഷീ ലൈക്സ് ഡാൻസിങ്. മോള് നന്നായിട്ട് കളിക്കും, മോള് ഷീ ഡാൻസസ് വെൽ. പിന്നെ ഹിപ്പ് ഹോപ്പും അങ്ങനത്തെ ടൈപ്പാണ് മോള് കളിക്കുന്നത്. കുഞ്ഞുമോക്ക് ക്ലാസിക്കൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെരി സൂൺ ഷീ ലേൺ ഓൾസോ. ആഗ്രഹം എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ അതെൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓൺ ഗോയിങ് ബക്കറ്റ് ലിസ്റ്റാണ് എനിക്ക് കിട്ടുക. അതായത് കുഞ്ഞുമോള് പറയും എനിക്ക് മോമോസ് കഴിക്കണം, അപ്പോൾ അതെൻ്റെ തലയിൽ കിടക്കും. എന്നിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടിക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ്റെ പണി. കുഞ്ഞുമോളെ ഇതാ മോമോസ്, ഓക്കെ അല്ലേ, ശരി, ഇതാ ആ സ്ഥലത്ത് വന്നു, ഓക്കെ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹെർ വിഷസ് ആർ ബീങ് ഫുൾഫിൽഡ് അല്ലേ. നമുക്കതാണ് ലൈഫിൽ വേണ്ടത്. പറഞ്ഞ് ഞാനത് മറന്നിട്ടുണ്ടാവും, പക്ഷേ ഏട്ടനത് വെച്ചിട്ടുണ്ടാവും. ഇന്ന കളറിലുള്ള ഇന്ന ഡ്രസ്സാണ്. അപ്പം അത് വാങ്ങിക്കുമ്പം എനിക്കും ഒരു സന്തോഷം, അത് കാണുമ്പോൾ പിന്നെ അത് ഓർത്ത് വെച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. വി എൻജോയ് ദാറ്റ് മൊമെൻറ്റ്. അത് ഒത്തിരി രസകരമാണ്. അത് പ്രോബബ്ലി 5 മാസം 6 മാസമൊക്കെ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. ഫ്രഷ് ആയിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഞങ്ങൾക്കത് വന്നു തുടങ്ങി. കാരണം ഈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഈ വിഷ് ഫുൾഫില്ലിങ് അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ടിക്ക് മാർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതൊക്കെ നമ്മൾ ഈ ഇനിയുള്ള ജന്മം എന്നല്ല, എന്താ ഇനിയുള്ള ആയുസ് ഉള്ളിടത്തോളം അത് നമ്മളിങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അതെന്തായാലും കൊണ്ടുപോകും. ഇനി സാറിന്റെ ഒരു പ്രൊഫഷൻ റിലേറ്റഡ് വരികയാണെങ്കിൽ, ഞാൻ കേട്ടിരുന്നു ചേച്ചിയാണെങ്കിൽ ആദ്യം നമ്മുടെ എന്താ നിങ്ങൾ ആദ്യം പരിചയപ്പെട്ടപ്പോഴത്തേക്കും സ്ട്രെസ് റിലേറ്റഡ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ ഒരു പെയിനിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് NLP-ൽ അത് ക്യൂർ ചെയ്തു. അതിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നോർമലൈസ്ഡ് എന്നല്ല, കോമൺ ഒരു ഇഷ്യൂ ആണ് സ്ട്രെസ്, ഡിപ്രഷൻ. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് കോമൺ എന്നുള്ളതിനേക്കാളും ഫസ്റ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, ദർ ഇസ് സംതിങ് കോൾഡ് ഗാർബേജ് ട്രക്ക് തിയറി. ഗാർബേജ് ട്രക്ക് തിയറി എന്ന് പറഞ്ഞാൽ ഈ ചവറ് വണ്ടിയാണ് നമ്മൾ ആദ്യം ഓടിച്ചു പോകുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളൊരു ചവറ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള ചവറ് മുഴുവനും അതിനകത്ത്, നല്ലതും ചീത്ത എല്ലാം അതിനകത്ത് നിറയ്ക്കും. ഈ ചവറ് നമ്മൾ നിറച്ച് ഒരു ഏജ് എത്തുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഓവർലോഡഡ്. പ്രോബബ്ലി 20 വയസ്സിലോ 21 വയസ്സിലോ 25 വയസ്സിലോ ഒക്കെ അത് ഓവർലോഡഡ് ആവാം. ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ വണ്ടിക്ക് എന്ത് പറ്റും? മറിഞ്ഞ് താഴെ വീഴും. അതിന് ആങ്സൈറ്റിനോ ഡിപ്രഷനോ എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഇതിന് ചെയ്യേണ്ടത് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സമയാസമയത്തിന് ഈ വണ്ടി കാലിയാക്കുക എന്നുള്ളത്. ഈ ചവറ് മാറ്റി ഇറക്കി വയ്ക്കാം. വിച്ച് ഇസ് കോൾഡ് എ വെൻറ്റിംഗ് പ്രോസസ്സ്. നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ വെൻറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ വിൽ ബി ഫൈൻ. ഒരു അസുഖവും വരില്ല. തെറപ്പിസ്റ്റ്സ് ആർ ദേർ. ഇപ്പോൾ ഞാൻ ഒരു കൈൻഡ് ഓഫ് തെറപ്പിസ്റ്റ് ആണ്. ഇത് കൂടാതെ എത്രയോ മൊഡാലിറ്റീസ് ഉണ്ട്. തെറപ്പിസ്റ്റ് ഇപ്പം കോമൺലി ഒരു ആൾക്കാർ സീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒന്ന് മെയിൻലി പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്. പിന്നെ ഒന്ന് പല കൈൻഡ് ഓഫ് തെറപ്പിസ്റ്റ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ തെറപ്പിസ്റ്റ് ഉണ്ട്. അങ്ങനെ അപ്പം ആരെ അപ്രോച്ച് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും. എന്താണ് ഇഷ്യൂ എന്നുള്ളത് പോലെയാണ്. ഇപ്പോൾ ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് തല പൊട്ടി കിടക്കുമ്പം ഞാൻ ആ മനുഷ്യനെ കൊണ്ടുപോയി ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ പറയില്ല. എമർജൻസിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അലോപ്പതിയാണ് നമുക്ക് ഐഡിയലായിട്ട് വരിക. പക്ഷേ ഒരു ക്രോണിക് ഡിസീസുള്ള ഒരാളെ ഞാൻ ഒരിക്കലും അലോപ്പതി പോകണമെന്ന് പറയില്ല. ഒന്നിൽ ഹോമിയോയിൽ പോയിട്ട് അതിനെ ക്യൂർ ചെയ്യാൻ പറയുക, പിന്നെ ഒരിക്കലും ഇത് വരത്തില്ല. അല്ലെങ്കിൽ ആയുർവേദം സജസ്റ്റ് ചെയ്യാം. ഇല്ല വളരെ ഹെവി മെറ്റലൊക്കെ യൂസ് ചെയ്യുന്ന സിദ്ധ പോലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ ഇന്ത്യയിലുണ്ടായിരുന്നു. യുനാനി പോലത്തെ ഗ്രീക്ക് മെഡിസിൻ ഉണ്ട്. ഇങ്ങനെ മൊഡാലിറ്റീസ് പലതുമുണ്ട്. അത് ഓരോന്നിനും ഓരോന്നാണ് നല്ലത്. അതേപോലെ യു ഹാവ് ടു മേക്ക് എ ചോയ്സ്. ആ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ വെൻറ്റിംഗ് പ്രോസസ്സ് പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ, പണ്ട് ഒരു കുടുംബത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവൻ ആ കസിൻസ് അങ്ങനെ കുറേ പേരുണ്ടാവും. വെൻറ്റിംഗ് ഹാപ്പൻസ് നാച്ചുറലി. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് കസിനോട് പറഞ്ഞു, അമ്മാവനോട് പറഞ്ഞു, അല്ലെങ്കിൽ ചേച്ചിയോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പൂപ്പനോട് പറഞ്ഞു. ദേ വിൽ ബി സംബഡി ഹു ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. അതായിരുന്നു ജോയിൻറ്റ് ഫാമിലിയുടെ ഭംഗി. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദേ വർ ഓൾ ഹെൽത്തി. ഇത് ഫാമിലിയുടെ സൈസ് ചെറുതായി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനോട് സംസാരിക്കാൻ മക്കൾക്ക് സമയമില്ല, അമ്മയോട് സംസാരിക്കാൻ മക്കൾക്ക് സമയമില്ല, മക്കൾ എന്ത് ചെയ്യുന്നു നോക്കാൻ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല, എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് സമയമില്ല. വാട്ട് വിൽ ഹാപ്പൻ? ഇവരെല്ലാവരും ദേ ആർ പൊട്ടൻഷ്യൽ ബോംബ്സ്. എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെയാണ്. ആരെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ
ഇവർ പൊട്ടിത്തെറിക്കും. എന്താവും? ഫാമിലിയും പൊട്ടിത്തെറിക്കും. അത്രയും ഉണ്ടാവുന്നുള്ളൂ ഇപ്പോൾ. അതിന് ഡു യു കോൾ ഇറ്റ് ഡിവോഴ്സ്, ഡു യു കോൾ ഇറ്റ് ഡിപ്രഷൻ, ഡു യു കോൾ ഇറ്റ് ആങ്സൈറ്റി, ഡു യു കോൾ ഇറ്റ് സ്ട്രെസ്, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ എന്നെ AV എന്ന് വിളിക്കാറുണ്ട്, ക്രിസ് എന്ന് വിളിക്കാറുണ്ട്, കൃഷ്ണ എന്ന് വിളിക്കാറുണ്ട്, ഏട്ടാന്ന് വിളിക്കാറുണ്ട്, എല്ലാവരും വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരേ ആൾ തന്നെയാണ്. അതേപോലെ ഈ ഗാർബേജ് ട്രക്ക് നിറച്ചിട്ട് കൊണ്ടുപോകുന്ന ഓരോ പൊട്ടൻഷ്യൽ ബോംബ്സും എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന ഈ അവസ്ഥയ്ക്ക് നിങ്ങൾ ഓമനപ്പെട്ട് പേരിട്ട് വിളിക്കുന്നത് അസുഖമെന്നോ മെൻ്റൽ ഇൽനെസ് എന്നോ ആങ്സൈറ്റിന്നോ സ്ട്രെസ്സെന്നോ എന്തുമാവാം. അതിന് പ്രോപ്പറായിട്ട് വെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. റീസെൻ്റായിട്ട് എൻ്റെ ഒരു വൺ ഓഫ് മൈ പേഷ്യൻസ്, അവർക്ക് കാലിൽ നീര് ചൊട്ടുന്നത് കണ്ടു അവർ, ഈ സ്ട്രെസ്സ് കുറഞ്ഞപ്പോൾ. സോ അത്രയും എഫക്റ്റീവാണ്. ഈവൻ ഇപ്പോൾ കളരി പഠിക്കുന്ന സമയത്ത് ഗുരുക്കൾ, മഹേഷ് ഗുരുക്കൾ എന്നെ പഠിപ്പിച്ചൊരു വളരെ സിമ്പിൾ തിങ്, അതെൻ്റെ ബ്രീതിങ് ടെക്നീക്കിൽ പോലും ഞാനത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ബ്രീത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർ പോകുന്നത് ഡയഫ്രമിൻ്റെ താഴേക്ക് വയറ്റിലേക്കായിരിക്കും പോകുന്നത്. കൈ തിരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫിൽ യുവർ ഓൺലി യുവർ ലങ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ബോഡി നുവാൻസസ് പോലും ചെറിയ മാറ്റങ്ങൾ വലിയ എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്ട്രെസ്സിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുമോൾക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യപ്പെട്ട് വല്ലാണ്ട് ചൂടായി നിൽക്കുന്ന ഞാനോ കുഞ്ഞുമോളോ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഈസിയായിട്ട് വെൻറ്റായി പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. ദാറ്റ് ഈസ് വാട്ട് ഫാമിലി ഈസ് ഫോർ. അല്ലാതെ ഈ നാട്ടുകാർ പറയുന്ന പോലെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ എന്തോ പഞ്ചാര അടിക്കാൻ വേണ്ടി അല്ല, അതിനൊന്നും അല്ല. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ലൈഫിൻ്റെയും ഭാഗമാണ്. എനിക്ക് വെൻറ്റ് ചെയ്യാൻ കുഞ്ഞുമോൾക്ക് വെൻറ്റ് ചെയ്യാൻ ഞാനും, എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും എന്തും ചോദിക്കാം, പറയാം. അതേപോലെ കുഞ്ഞുമോക്കും അവരോട് പറയാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഫാമിലി ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ആയിരിക്കണം ഫാമിലി എന്ന് പറയുന്നതിനേക്കാളും ഇങ്ങനെ ആയാൽ നല്ലതാണ് എന്നേ പറയുന്നത്. ഇറ്റ് ഈസ് നൈസ് ടു ഹാവ് എ ഫാമിലി വെർ യു ക്യാൻ ടോക്ക് ടു ഈച്ച് അതർ. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വേണം. അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും വരും, സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം വരും. നമ്മൾ കുറച്ച് സീരിയസ് ടോക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ ആയാലും നമുക്ക് കാണാം. അനുഭവിച്ചിട്ട് വന്നോന്നല്ലേ? ഇതൊന്നുമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നു, പക്ഷെ ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി തരണം, അത്ര. അതാണ്. ഓ, അത് സ്ഥിരമായിട്ട് അങ്ങനെയല്ലേ നമ്മള്? ഞാൻ ആലോചിക്കാണ്ട് പലതും പറയും, എല്ലാം വീട്ടിത്തരിക്കും. ഇത് ഓൺ എയർ ആയിട്ട്. ഓക്കെ, നിങ്ങളുടെ ഡ്രീം വെക്കേഷൻ സ്പോട്ട് ഏതാണ്? കണ്ണൂർ. ഡ്രീം വെക്കേഷൻ സ്പോട്ട് കണ്ണൂർ. കണ്ണൂര് ഡ്രീം വെക്കേഷൻ സ്പോട്ട്. കാരണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നത് പോയി, ഇനിയും പോകും. അല്ല, ഇനി ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി പോകാൻ അങ്ങനെയല്ല, പോകാത്തൊരു സ്ഥലം. പോകാത്ത സ്ഥലം ഉടനെ തന്നെ പോകുന്നത് പറയാലോ. ഓക്കെ, മണാലി. 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 ഓ, ഞാൻ അറിഞ്ഞു. അല്ല, അതറിയാം. ഞാൻ അറിഞ്ഞു. അല്ല, സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ആയിരുന്നോ? ഇപ്പോഴാണ് ഓർമ്മ, നേരത്തെ അറിഞ്ഞോ? പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ ഉണ്ട്, ഉടനെ തന്നെ പോകും. ഡേറ്റ് കൂടി പറ, അതെനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ ക്യാമറ ഈ മന്ത് തന്നെ ഉണ്ടോ? ഇല്ല ഇല്ല, ഈ മന്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂട്ടിന്റെ ഷെഡ്യൂൾസും അടുത്ത മാസം പകുതി വരെ ഫുള്ളി ടൈഡ് അപ്പാണ്. ഞാനൊരു തെലുങ്ക് മൂവിന്റെ വർക്ക് നടക്കുന്നുണ്ട്, സോ ഫുള്ളി ടൈഡ്. മലയാളം മൂവിയുടെയും വർക്ക് നടക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റുന്ന? ഏട്ടൻ പറയൂ, ആദ്യം ഞാൻ പിന്നെ പറയാം. അത് തന്നെയെന്നല്ലേ? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. Never let anybody come in between you two. അതിപ്പോ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കങ്ങനെ പറയാറില്ലല്ലോ. വേറെ ആരും വരാൻ പാടില്ല റിലേഷൻഷിപ്പ്. അതിപ്പോ ഞാൻ വേറെ തരത്തിൽ പറഞ്ഞ ഇതന്നെ എനിക്ക് അർത്ഥം. നമ്മുടെ കാര്യം നമ്മളിൽ തന്നെ ഒതുങ്ങണം. നിങ്ങളുടെ കല്യാണത്തിൽ ഏറ്റവും മെമ്മറബിൾ ഒരു മൊമെന്റ്, കല്യാണം നടന്ന ദിവസത്തെ മെമ്മറബിൾ, കല്യാണം കഴിച്ചതെന്നൊന്നും പറയല്ലേ, വേറെ അതിന്റെ ആ ദിവസം. അയ്യോ, ഒരു മോൾക്കൊരു സർപ്രൈസ് കൊടുത്തു ഏട്ടൻ. ആണോ? അതിപ്പോ എന്താന്ന് മോള് ഐഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കല്യാണത്തിന് അന്നാണ് അത് കൊടുത്തത്. That was the surprise for her.
അന്ന് എന്നെ നാട്ടിൽ നിന്ന് എത്തിച്ചു ഗുരുവായൂരേക്ക്. അതാണ്, കണ്ണൂരിൽ നിന്ന് എത്തിച്ചു. അപ്പൊ അന്ന് അതായിരുന്നു സർപ്രൈസ്. അപ്പൊ അങ്ങനെയല്ല, അതൊരു പ്രതീക്ഷിക്കാണ്ട് മോൾക്ക് കൊടുക്കാൻ പറ്റിയതല്ലേ, അവൾ ആഗ്രഹിച്ചൊരു കാര്യം. മറക്കാനാവാത്ത കുറേ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ്, അവരുടെ സന്തോഷം. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് എന്നല്ല, എനിക്ക് എൻ്റെ ദീദിയാണ്. അവർ മകളെയും വിളിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന യാഹിയ കല്യാണത്തിൽ വന്നിരുന്നു. യാഹിയ ഫാമിലി ഉണ്ടായിരുന്നു, മണിയൻ ചേട്ടൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. സോ കുഞ്ഞുമോളുടെ ഫ്രണ്ട്സ് വന്നിരുന്നു. ഇവരെല്ലാവരുടെയും സന്തോഷം കാണുന്ന എല്ലാം ഈച്ച് വൺ ഓഫ് ഇറ്റ് വാസ് പറയച്ച ഒരുപാടുണ്ട്. ഇതൊരു സർപ്രൈസ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ മീൻസ് നമ്മളെ കല്യാണം തന്നെ. കാരണം അറിയാലോ, ഞാൻ ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ആദ്യത്തത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ കണ്ണ് പോലും നിറഞ്ഞു കണ്ട ഒരു അമ്മയുടെ അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞു കണ്ട ഒരു മൊമെന്റ് ആയിരുന്നു എൻ്റെ കല്യാണം എന്ന് പറയുന്നത്. കാരണം ലൈഫിൽ അവരാഗ്രഹിച്ചൊന്നും എത്തിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. നാട്ടുകാരും ആരും മറക്കാത്തൊരു സ്പെഷ്യൽ മൊമെന്റ് ഉണ്ട്. 300 രൂപയുടെ റബ്ബർ ചെരുപ്പ് കാണാതെ പോയത് എൻ്റെ മോൻ്റെ, നമ്മളെ മോൻ്റെ വളരെ മെമ്മറബിൾ ആയിരുന്നു. ഒരാൾ ഇന്റർവ്യൂവിൽ ചോദിച്ചതാ, എന്റെ കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു, പക്ഷെ എന്റെ 300 രൂപയുടെ റബ്ബർ ചെരുപ്പ് കാണാനില്ല. അടുത്ത ദിവസം കിട്ടി. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ആ ചെരുപ്പ് കിട്ടിട്ടോ. അത് എവിടെയും പോയില്ലായിരുന്നു, അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ നടത്തിയ ഏറ്റവും ഒരു മേജർ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും? രണ്ടുപേരും പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒന്നും അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ച് ഇപ്പം ഇൻഡിവിജ്വലി താമസിക്കാതെ നമ്മൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്ലൈറ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും കാണത്തില്ല, ഒരു ഗുഡ് സെൻസിലാകില്ല. ഷീ ക്യാൻ ഹാവ് നോൺ വെജ് ഓർ വെജ്, ഒന്നും മാറിയിട്ടില്ല. ഞാൻ വെജിറ്റേറിയൻ ആണ്, എനിക്ക് ഐ ക്യാൻ ഹാവ് വെജ് ഓർ നോൺ വെജ്. പക്ഷേ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് ചൂസ് ചെയ്യുന്നു, ഞാൻ എഗ്ഗ് കഴിക്കുന്നു. കുഞ്ഞുമോൾക്ക് എന്ത് കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. കുഞ്ഞുമോളുടെ അടുത്ത് ഇംഗ്ലീഷോ ഹിന്ദിയോ അത് സംസാരിച്ചാലേ എനിക്ക് ബോധിക്കാനാവുള്ളൂ എന്നുള്ള അങ്ങനെ കോർപ്പറേറ്റ് ചിന്തയൊന്നും എനിക്കില്ല. കുഞ്ഞുമോളുടെ കണ്ണൂർ ഭാഷ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഇംഗ്ലീഷ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ മോർണിംഗ് മെസ്സേജ് എന്താ എഴുതിയിരിക്കണം ചോദിക്കും. ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. വി ആർ ജസ്റ്റ് അവർ സെൽസ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പോഴും. ഞാനിപ്പോഴും എൻ്റെ അച്ഛനമ്മയ്ക്ക് മകൻ തന്നെയാണ്, എൻ്റെ അനിയത്തിക്ക് ചേട്ടൻ തന്നെയാണ്, എൻ്റെ ചേച്ചിക്ക് അനിയൻ തന്നെയാണ്. അതേപോലെ കുഞ്ഞുമോൾക്ക് സതീഷേട്ടൻ്റെ അനിയത്തിയാണ്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മക്കളുണ്ട്. അവരെന്നെ ആപ്പാന്ന് വിളിക്കുമ്പോഴും എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്. ദർ ഇസ് നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ദർ ഇസ് നോ ചേഞ്ച്. വി ആർ ആസ് ഗുഡ് ആസ് വാട്ട് വി വർ ബിഫോർ, ബട്ട് വി ആർ ടുഗദർ. അത്രയേ ഉള്ളൂ, ഞങ്ങൾ ഒരുമിച്ചാണ്. ബിക്കോസ് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും, അത് മണ്ടത്തരല്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം അഡ്ജസ്റ്റ് ചെയ്യും? 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. കുഞ്ഞുമോള് തന്നെ ഞാൻ. നിങ്ങളുടെ രണ്ടുപേരുടെ കൂട്ടത്തിലും ഏറ്റവും ഓർഗനൈസ്ഡ് ആരാണ്? എല്ലാം പ്രോപ്പർലി, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ടൈപ്പ്? അയ്യോ, രണ്ടുപേരും അല്ല. രണ്ടുപേരും ഓർഗനൈസ്ഡ് അങ്ങനെയൊന്നും അല്ല. എല്ലാം ഞങ്ങൾക്ക് ഹറിബറിയിൽ ചെയ്യാൻ റെഡിയായി. ഇന്നലെ തന്നെ പെട്ടി പാക്ക് ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ എല്ലാം കൂടെ 5 മിനിറ്റിൽ എല്ലാം പാക്ക് ചെയ്തു. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ലൈഫ്. സി, ഓർഗനൈസ് എന്ന് പറയുമ്പോൾ വി ഷുഡ് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് മൊമെന്റ്. അടുത്ത മൊമെന്റ് എന്താണെന്ന് അറിയാത്ത ഈ ജീവിതത്തിനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ഫ്ലോയിങ് റിസോഴ്സ് ആണെങ്കിൽ നമുക്ക് എടുത്ത് സേവ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാം. ടൈം അങ്ങനെയല്ല. ഈ നിമിഷം ജീവിക്കുക, ഈ നിമിഷം എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യും. ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതൽ ഒന്നുമില്ല. നിങ്ങൾക്ക് റീലീവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സ്പെസിഫിക് ഡേ ഏതായിരിക്കും? റീലിവ് ചെയ്യാം, ഒന്നുകൂടെ ജീവിക്കാൻ ആഗ്രഹമുള്ള ദിവസം. എല്ലാ ദിവസവും അങ്ങനെ തന്നെയല്ലേ. ഒരു സ്പെഷ്യൽ ഡേ ആ ദിവസം ഒന്നുകൂടെ വന്നിരുന്നെങ്കിൽ കാണൂ. ഇപ്പൊ നിങ്ങളുടെ കല്യാണം എടുത്താൽ തന്നെ അതൊരു സ്പെഷ്യൽ മൊമെന്റ്. അങ്ങനെ ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഹാപ്പിനെസ്, ആ ഒരു മനസ്സിലായി. ഇതിപ്പോ എല്ലാ ദിവസവും കണ്ണൂര് ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോ മുത്തപ്പനെ കണ്ട ആ മൊമെന്റ്, ബിക്കോസ് അത് മനസ്സ് നിറഞ്ഞ്, കണ്ണും മനസ്സും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഒന്നും പറയാനില്ലാത്ത. കാരണം അത് മുത്തപ്പനായാലും തൊണ്ടച്ചനായാലും ഞങ്ങൾ കണ്ട് സംസാരിക്കാൻ, വിഷ്ണുമൂർത്തി ഞങ്ങൾ കണ്ട് തൊഴുത് സംസാരിച്ച് ആ മൊമെൻറ്റിനെ റീലിവ് ചെയ്യാൻ എത്ര റീലിവ് ചെയ്താലും പോരാൻ തോന്നും. ബിക്കോസ് അത് അത്ര നല്ലൊരു മൊമെൻറ്റാണ്. ബിക്കോസ് അവർ പറഞ്ഞതായാലും ഞങ്ങളുടെ മനസ്സിലത് എത്തിയതായാലും ഞങ്ങൾ ചോദിച്ചതായാലും പറഞ്ഞതായാലും whatever you call it, ആ മൊമെൻറ്റ്, യെസ്, അത് കുഞ്ഞുമോൾ എന്തായാലും ഷീ വിൽ അഗ്രി ദാറ്റ്. ഞാൻ അമ്പലത്തിലെ കാര്യം പറയാൻ പോയത്. അപ്പായിട്ട് മുത്തപ്പനെ എടുത്തിട്ട്
ഏത് അമ്പലത്തിൽ പോകുന്നതായാലും ഇപ്പം ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്തത് കൊച്ചിയിൽ നിന്ന് ആലുവ മണപ്പുറത്തിൽ തൊഴുത് മഹാദേവനെയും തൊഴുത് അവിടെ നിന്ന് പെരുമ്പാവൂർ വഴി ഇരിങ്ങോൾക്കാവ് ഭഗവതിയെ തൊഴുത് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അതിന് പോകുന്ന വഴിക്ക് തിരുവായൂരാണിക്കുളം തൊഴുത് അവിടെ നിന്ന് ചോറ്റാനിക്കര പോയിട്ടാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് എ വെരി എനിക്ക് അത് ഏറ്റവും കൂടുതൽ അതൊന്നും പ്ലാൻ ഇല്ല ചെയ്തില്ല. ഇല്ല അല്ല എനിക്ക് ഇഷ്ടമാണ് അമ്പലങ്ങളിലൊക്കെ പോവാൻ ഇഷ്ടമാണ്. ഉദ്ദേശിച്ച കല്യാണത്തിന് മുന്നേ അങ്ങനെ ആയിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ തട്ടിപ്പൊന്നുമില്ല. കല്യാണത്തിന് മുന്നേ ഞാൻ നിനക്ക് വേണ്ടി നക്ഷത്രം പറിച്ചുകൊണ്ട് തരാം, ഇല്ല അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോവാ. അത് ഡ്രൈവറായിട്ട് ഞാൻ തന്നെ വിളിക്കും, വേറെ ഡ്രൈവറൊന്നുമില്ല. സത്യം ഡ്രൈവറായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പൊ. അല്ല അതില് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫോൾസിറ്റിയോ അല്ലെങ്കിൽ കള്ളസത്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞു കല്യാണത്തിന് മുന്നേ തീർത്ഥാടന അമ്പലത്തിൽ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, ഇപ്പോഴും അമ്പലത്തിൽ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ഓപ്പോസിറ്റ് പാർട്ട്ണറിന്റെ എന്തൊരു ബിഹേവിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്മൈല് കൊണ്ടുവരുന്നത്? ഇപ്പൊ മാം എന്ത് ചെയ്യുമ്പോഴാണ് സാറിന് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സ്മൈല് വരുന്നത്? ഒന്ന് ചിരിച്ചാൽ അത് ഞാൻ പറയാൻ പോകും. എപ്പൊ ചിരിച്ചുണ്ടാവില്ല സാറിന് അങ്ങനെ ചിരിയില് ശരിയല്ല ഏട്ടാ ഇടക്കൊരു ചിരിക്കാണ്ട്, അത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഞാൻ പറയാൻ ചിരി കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞു. അത്യാവശ്യമൊക്കെ ഞങ്ങൾ ബാക്കി ഇന്റർവ്യൂസിൽ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ കേട്ടു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. കുറെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി. ഭയങ്കര ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഇത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.